മെയ് 25 മുതൽ 29 വരെയുള്ള 5 ദിവസത്തെ കണക്കുകൾ പുറത്തുവരുമ്പോഴാണ് RTA റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ആകെ 82 ലക്ഷം പേർ RTA സേവനം തേടിയതായാണ് കണക്കുകൾ. ഇതിൽ ദുബായ് മെട്രോ, ട്രാം, ബസ്സുകൾ, മറൈൻ ട്രാൻസ്പോർട്ട്, ടാക്സികൾ, ഷെയർഡ് മൊബിലിറ്റി സർവീസുകൾ എന്നിവ ഉപയോഗിച്ച യാത്രക്കാരുടെ എണ്ണമാണുള്ളത്. ഇതിൽ തന്നെ ദുബായ് മെട്രോ ആണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിച്ചത്. റെഡ്, ഗ്രീൻ ലൈനുകൾ 3.3 ദശലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകി. പൊതുബസ്സുകളിൽ 1.73 ദശലക്ഷം പേർ യാത്ര ചെയ്തു. ദുബായ് ടാക്സി, ഫ്രാഞ്ചൈസി ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ള ടാക്സി സർവീസുകൾ എന്നിവ 2.3 ദശലക്ഷം യാത്രക്കാർക്ക് സർവീസ് നൽകി. അവധിക്കാലത്ത് ദുബായ് ട്രാമിൽ 1,14,300 പേർ യാത്ര ചെയ്തു. സമുദ്രഗതാഗത സേവനങ്ങൾ 3,04,300 യാത്രക്കാർ ഉപയോഗിച്ചു. ആപ്പ് അധിഷ്ഠിത വാഹനങ്ങൾ, മണിക്കൂർ തോറും വാടകയ്ക്കെടുക്കുന്ന കാറുകൾ, ബസ് ഓൺ ഡിമാൻഡ് എന്നിവയുൾപ്പെടെയുള്ള ഷെയർഡ് മൊബിലിറ്റി സേവനങ്ങളിൽ 4,02,700 യാത്രക്കാർ രജിസ്റ്റർ ചെയ്തു. തിരക്കേറിയ യാത്രാ സമയങ്ങളിൽ, പ്രത്യേകിച്ച് പ്രധാന അവധി ദിവസങ്ങളിൽ ജനങ്ങൾ പൊതുഗതാഗതത്തെയും മൊബിലിറ്റി സേവനങ്ങളെയും ആശ്രയിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ കണക്കുകൾ എടുത്തു കാണിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13% വർധനവാണ് ഉണ്ടായത്. ഡിജിറ്റൽ സർവീസിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. 24 ദുബായ്.